എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഒന്ന് മൂത്തൊന്ന് നോക്കാം. മൂത്തെങ്കിൽ നമുക്ക് അത് വറക്കാം. നല്ല മൂത്ത ചക്കയാണ്. ചക്കയൊക്കെ വെട്ടി ഒരുക്കി കുരുവെല്ലാം കളഞ്ഞ് ഞാൻ എടുത്ത് വച്ചു. ഇനി ഇതിന്ന് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. വറക്കണേന് എങ്ങനെ അരിയണമെന്ന് വിചാരിച്ചാൽ ഇത് വറക്കണേന് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. രണ്ടറ്റവും ഇങ്ങനെ കളയും. ഇത് കട്ടിയുണ്ട്. അരിഞ്ഞ് വറുത്താൽ ശരിയാവുമെന്ന് നോക്കണം. കട്ടിയുള്ള ചക്കച്ചുളയാണ്. കട്ടി കുറഞ്ഞാണ് നല്ലത്. ഇതുപോലെ നൈസായിട്ട് അരിയണം. അങ്ങനെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുത്ത് കനം കുറച്ച് അരിയണം. എന്നിട്ടാണ് ഇത് നമ്മൾ വറക്കണം. ഇത് ഞാൻ ഇതുപോലെ എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ ചക്ക നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി ഇത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. എണ്ണ ചൂടായി. ഞാൻ ചക്ക വറുക്കാൻ പോവുകയാണ്. ചക്ക മൂത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒടിച്ചാൽ ഒടിയുന്നുണ്ട്. ഈ സമയം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഉപ്പ് നീര് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പ് പൊടിക്കകത്തേക്ക് ലേശം വെള്ളം ഒഴിച്ച് അതിതിനെ തളിക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. വെള്ളത്തിൻ്റെ ഉപ്പുനീര് ഒഴിച്ചതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ പൊട്ടൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് കോരണം. ഇത് പൊട്ടൽ നിന്നിട്ടില്ല, ചെറുതായിട്ടുണ്ട്. പൊട്ടൽ നിന്നിട്ട് വേണം നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ചക്ക സീസണാണ്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ ഈ വീട്ടിൽ വറക്കുന്ന അതേ ടേസ്റ്റ് കിട്ടില്ല. കണ്ടോ, നന്നായിട്ടുണ്ട്. കണ്ടോ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.